പീസ്ഫുൾ നമുക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഏതൊരു ആക്യുറസി കൊണ്ട് നമ്മൾ അടിച്ചിടാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം കുറച്ച് ക്ലിപ്സ് കണ്ടിട്ട് വായോ. Enemy POV. Automaticamente sai de bagulho tem que ser assim. Tá de bagulho, 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 tá de bagulho. ഇപ്പോഴത്തെ ഫ്രീ ഫയറിൽ വൺ ടാപ്പ് അടിക്കാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, ഇച്ചിരി മൂവ്മെന്റ് കൊടുക്കാനും കൂടി അറിയണം. മൂവ്മെന്റ് എങ്ങനെയാ കൊടുക്കണ്ടേന്ന് അറിയുന്ന മുന്നേ ഗൈസ്, അപ്പോ ഞാൻ ആസിഫ്, നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇല്ല. ഗൈസ്, അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്ന മുന്നേ എന്റെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് പറയുന്നത് 200 ആണ്. സോ 200 എത്തിച്ചതിന് ഞാൻ ഇതുപോലത്തെ കിട്ടുന്ന പോലത്തെ വീഡിയോസ് ഇനി കിട്ടുന്നതായിരിക്കും. ഗൈസ്, മൂവ്മെന്റിൽ ആദ്യത്തെ ട്രിക്കാണ് സിഗ്സാഗ് മൂവ്മെന്റ്. ഈ സിഗ്സാഗ് മൂവ്മെന്റ് ഭയങ്കര ഈസിയാണ്. എനിമി നമ്മൾ അടിക്കാൻ വരുമ്പോൾ നമ്മുടെ സ്ക്രീൻ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കണം. ഗൈസ്, പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സിഗ്സാഗ് മൂവ്മെന്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും സ്പീഡായി കൊടുക്കരുത്. സ്പീഡായി കൊടുത്താൽ എന്താ സംഭവിക്കാന്ന് ഞാൻ കാട്ടിത്തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ സിഗ്സാഗ് മൂവ്മെന്റ് ഭയങ്കര സ്പീഡിലാണ് കൊടുക്കുന്നത്. പക്ഷേ എനിമിയുടെ വ്യൂ പോയിന്റിൽ എന്താണെന്ന് വെച്ചാൽ മൂവ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ എത്രത്തോളം സ്ലോ ആയി കൊടുക്കുന്നു അത്രയും സ്പീഡ് ആയിട്ടേക്ക് എനിമീസിന് കാണുക. ഗൈസ്, സിഗ്സാഗ് മൂവ്മെന്റ് കൊടുക്കാനായിട്ട് ആദ്യം ലെഫ്റ്റിക്ക് തിരിക്കുക, പിന്നെ റൈറ്റിക്ക് തിരിക്കുക, വീണ്ടും ലെഫ്റ്റിക്ക് തിരിക്കുക, വീണ്ടും റൈറ്റിക്ക് തിരിക്കുക. ഗൈസ്, സിഗ്സാഗ് മൂവ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എനിമീസിനെ റഷ് ചെയ്ത് അടിച്ചിടാൻ പറ്റും. മൂവ്മെന്റിൽ അടുത്ത ട്രിക്കാണ് കൺഫ്യൂസിംഗ് മൂവ്മെന്റ്. എന്റെ അഭിപ്രായത്തിൽ ഈ കൺഫ്യൂസിംഗ് മൂവ്മെന്റ് വളരെ ഈസിയാണ്. ഗൈസ്, ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി അടിക്കാനായിട്ട് ഒരു എനിമി ഗ്ലൂ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഓപ്പോസിറ്റ് എനിമിയെ ഈസി ആയിട്ട് കൺഫ്യൂസ് ചെയ്ത് അടിച്ചിട്ടിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു കൺഫ്യൂഷൻ മൂവ്മെന്റ് എനിമിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാ കാണാൻ നോക്കിയാലോ. அப்ப நான் போட்டேனா? സോ ഈ ട്രിക്ക് ചെയ്യാനായി നിങ്ങൾ നിൽക്കുന്ന കവറിൽ നിന്ന് പുറത്തോട്ട് വരണം. പുറത്തോട്ട് വന്നതും ഇരുന്നിട്ട് തിരിച്ച് കവറിലോട്ട് തന്നെ പോകണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിമി നമ്മൾ അടിക്കാൻ വേണ്ടി പുറത്തോട്ട് വരും. ആ സമയം കൊണ്ട് നമുക്ക് എനിമിനെ അടിച്ചിടാൻ പറ്റും. ഗൈസ്, അടുത്തത് വരാൻ പോണ ട്രിക്കാണ് മെയിൻ ട്രിക്ക്. പ്രിവ്യൂവിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ എനിമിക്ക് എന്നെ അടിക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ കൊടുക്കുന്ന മൂവ്മെന്റ് ആണ്. ഗൈസ്, നിങ്ങൾ എനിമിയുടെ POV കണ്ടു, ഇനി എന്റെ POV കണ്ടിട്ട് വാ. ഗൈസ്, ഞാൻ ഇവിടെ സ്പീഡ് മൂവ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല, സ്ക്രീന് സ്ലോ ആയിട്ടാണ് തിരിക്കുന്നത്. ഗൈസ്, എന്റെ POVയിൽ നോക്കുമ്പോൾ ഈ ഒരു മൂവ്മെന്റ് വളരെ നോർമൽ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മളുടെ എനിമീസിന് വളരെ ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റത്തില്ല. ഗൈസ്, ഈ ട്രിക്ക് ചെയ്യാൻ നിങ്ങളുടെ ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റ് പോയത് നിങ്ങൾ സ്ഥലം മാറ്റുക. ഞാനിപ്പോ സ്ഥലം മാറ്റി അടുത്ത ഭാഗത്തേക്ക് പോയി. വീണ്ടും എന്റെ ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റ് പോയതും ഞാൻ വീണ്ടും സ്ഥലം മാറി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റുന്നത് കൊണ്ട് എനിമീസിന് ഈസി ആയിട്ട് നമ്മുടെ ഹെഡിക്ക് കണക്ട് ആവില്ല. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഗൈസ്, അടുത്ത ട്രിക്ക് ശരിക്കും എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നിങ്ങൾ പ്രീവ്യൂവിൽ കണ്ട വീഡിയോ ഒന്നും കൂടെ കണ്ടിട്ട് വാ. ഗൈസ്, ഈ മൂവ്മെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിമീസിന് നമ്മൾ ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റത്തില്ല. ഗൈസ്, ഈ ട്രിക്ക് സിഗ്സാഗ് മൂവ്മെന്റ് പോലെ തന്നെയാണ്. പക്ഷേ സിഗ്സാഗ് മൂവ്മെന്റ് ചെയ്യണതിന്റെ ഒപ്പം ഗണ്ണും കൂടി സ്വിച്ച് ചെയ്യുക. ഗൈസ്, പല പ്ലേയേഴ്സും ഞാൻ നേരത്തെ കാട്ടി തന്ന പോലെയാണ് സ്വിച്ച് ചെയ്യാറ്. പക്ഷേ ഞാൻ ഒരു ട്രിക്ക് കാട്ടിത്തരാം. ഗൈസ്, ഈ ട്രിക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം സിഗ്സാഗ് മൂവ്മെന്റ് കൊടുക്കുക. എന്നതിന് ശേഷം ബാഗ് തുറന്നിട്ട് സ്ലോട്ട് 1ൽ കിടക്കുന്ന ഗണ്ണിനെ സ്ലോട്ട് 2ലുള്ള ഗണ്ണിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഫയറിംഗ് ഫിംഗർ വെച്ചിട്ട് മൂവ്മെന്റ് കൊടുക്കണം. പ്ലേയേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൂവ്മെന്റ് ഒരിക്കലും സ്പീഡിൽ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഈ ഗൺ സ്വിച്ച് മൂവ്മെന്റ് തന്നെ സ്പീഡിൽ കൊടുത്താനുള്ള അവസ്ഥ എന്താന്ന് ഞാൻ കാട്ടിത്തരാം. ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമി സ്പീഡിൽ ഗൺ സ്വിച്ച് മൂവ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കാണുന്നത് ഗൈസ്, നമ്മൾ മൂവ്മെന്റ് സ്ലോ ആയി കൊടുക്കുമ്പോൾ ഏത് എനിമിനെ കൊണ്ട് നമ്മൾ അടിച്ചിടാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ മൂവ്മെന്റ് സ്പീഡായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് എനിക്കും നമ്മൾ സുഖമായി അടിച്ചിടാൻ പറ്റും. ഗൈസ്, നിങ്ങളിപ്പോ കാണുന്നത് പോലെ ഇമോട്ട് ഇട്ടിട്ട് സ്പീഡ് മൂവ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇത് എനിമിയുടെ വ്യൂ പോയിന്റിൽ എങ്ങനെയാ കാണാൻ നോക്കിയാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൊട്ട മൂവ്മെന്റ് കട്ടി ഷോ ഇറക്കുന്ന നിങ്ങളുടെ ന്യൂ കൂട്ടുകാരന്മാർക്ക് വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.